ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ കുറച്ച് കൂട്ടുകാർ ആവശ്യപ്പെട്ടതുപോലെ ടൂറിസ്റ്റ് ഹോമിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പുതുതായിട്ട് 2 റൂം കൂടി പുതുതായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു റൂമിൻ്റെ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഓണത്തിന് വരവേൽക്കാനായിട്ട് ടൂറിസ്റ്റ് ഹോമിൽ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, അതുകൂടി നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പോൾ ഈ ടൂറിസ്റ്റ് ഹോം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പാലോട് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. പാലോട് ഗവൺമെൻറ് ഹോസ്പിറ്റൽ ജംഗ്ഷനിലാണ് സമീപത്തായിട്ടാണ് ഈ ഒരു ടൂറിസ്റ്റ് ഹോമിൻ്റെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ തന്നെ ഇവിടെ നിന്ന് പെട്ടെന്ന് പോകാൻ പറ്റുന്ന കുറേ ടൂറിസ്റ്റ് പ്ലേസുകളുടെ പിക്ചേഴ്സും പേരുകളും ഉൾപ്പെടുത്തിയ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലും കൊല്ലം ജില്ലയിലും ഒക്കെ ആയിട്ട് നമുക്ക് പെട്ടെന്ന് പോയി വരാൻ പറ്റുന്ന കുറേ പ്ലേസുകൾ ഉൾപ്പെടുത്തിയിട്ടാണ് കേട്ടോ ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ പുതുതായിട്ട് വരുന്നവർക്ക് ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് അറിയത്തില്ലല്ലോ, അങ്ങനെയുള്ളവർക്ക് ഇത് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അവരുടെ യാത്രകൾ പ്ലാൻ ചെയ്യാൻ കഴിയും. പാർക്കിംഗ് സൗകര്യമൊക്കെ അവൈലബിൾ ആണ്. ഫ്രണ്ടിൽ നല്ല പാർക്കിംഗ് ഏരിയ ഉണ്ട്. അതിന് പുറമെ ബാക്ക് സൈഡിലും കുറച്ച് വണ്ടികൾ പാർക്ക് ചെയ്യാനായിട്ട് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഓണത്തിന് വരവേൽക്കാനായിട്ട് കുറേ ജമന്തി തൈകളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം പൂവൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഓണമൊക്കെ ആകുമ്പോഴേക്കും നന്നായിട്ട് പൂക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടുന്ന് നോക്കിയാൽ തന്നെ നല്ല വ്യൂ ആണ്. മഴക്കാലത്ത് വെള്ളം ഏകദേശം ജമന്തിപ്പാടത്തിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. ടൂറിസ്റ്റ് ഹോമിൽ വെള്ളം കയറിയിട്ടില്ല എങ്കിലും ജമന്തി നട്ടിരിക്കുന്ന ഭാഗത്തെല്ലാം ഏകദേശം നല്ല വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. ഇത് പുതുതായിട്ട് ചെയ്ത ഒരു റൂമിൻ്റെ വീഡിയോ ആണ് കേട്ടോ. 3 കട്ടിലുകളാണ് കേട്ടോ അവിടെ ഉള്ളത്. ഇവിടെ AC-യും നോൺ AC-യും റൂമുകളെല്ലാം അവൈലബിൾ ആണ്. മൊത്തത്തിൽ 12 റൂമുകളാണ് ഉള്ളത്. 3 ബെഡുള്ള 2 വലിയ റൂമുകളും 2 ബെഡുള്ള ഒരു റൂമും ബാക്കിയെല്ലാം ഓരോ ബെഡുള്ള റൂമുകളുമാണ് ഉള്ളത്. ഒരു ടൂറിസ്റ്റ് ബസ്സിൽ വരുന്നവർക്ക് എല്ലാവർക്കും കൂടി ഒരു ദിവസം സ്റ്റേ ചെയ്യാൻ പറ്റുന്ന സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വലിയ വാഹനങ്ങളിൽ വരുന്നവർക്ക് ടെൻഷനില്ലാതെ തന്നെ സ്റ്റേ സൗകര്യം ഇവിടെ ലഭ്യമാണ്. ബുക്കിംഗ് ആവശ്യത്തിനായിട്ട് വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ആവശ്യമുള്ളവർ ഒന്ന് ചെക്ക് ചെയ്തോളൂ. ടൂറിസ്റ്റ് ഹോമിൽ കുക്കിംഗ് സൗകര്യം അവൈലബിൾ ആണ്. 2 കിച്ചണാണുള്ളത്. റൂഫ് ടോപ്പിൽ ഒരു കിച്ചണുണ്ട്, താഴത്തെ ഫ്ലോറിൽ ഒരു കിച്ചണുണ്ട്. അപ്പോൾ കുക്ക് ചെയ്ത് കഴിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ഇവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. മാത്രമല്ല ഫുഡ് റൂമിൽ കൊണ്ടുപോകാതെ പുറത്തിരുന്ന് കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാനുള്ള സൗകര്യവും ലഭ്യമാണ്. കുക്കിംഗ് സമയത്ത് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ നിന്നുള്ള വ്യൂ കാണുന്നത്. ഇവിടെ ഇനി സ്വിമ്മിംഗ് പൂൾ സൗകര്യം കൂടി ഉണ്ട് കേട്ടോ. സ്വിമ്മിംഗ് പൂൾ സൗകര്യം ആവശ്യമുള്ളവർ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതാണ്. ബാക്കി മനോഹരമായ കാഴ്ചകൾ കൂടി നിങ്ങൾ കണ്ടോളൂ. പാലോട് ഗവൺമെൻറ് ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ നിന്നുള്ള ബൈ റോഡ് വഴിയാണ് ഈ ഒരു ടൂറിസ്റ്റ് ഹോമിലേക്ക് വരേണ്ടത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ മെയിൻ റോഡിലൂടെ പോകുന്ന വണ്ടികളും എല്ലാം കാണാൻ സാധിക്കും.
ഓണം കളറാക്കാനായിട്ട് ട്രിവാൻഡ്രത്തേക്ക് വരുന്ന കൂട്ടുകാർ ഈ ഒരു വീഡിയോ സേവ് ചെയ്ത് വെച്ചോളൂ. സ്റ്റേ ചെയ്ത് റെസ്റ്റ് എടുത്ത ശേഷം ട്രിപ്പൊക്കെ അടിച്ചു പൊളിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു ടൂറിസ്റ്റ് ഹോം ഇഷ്ടമായോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തണേ കൂട്ടുകാരെ. അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ് ഗേസ്.